ദേ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. എന്ത് പണിയാ ശാരദാമ്മ കാണിച്ചത്? എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ എടുക്കാൻ? സാധാരണ അങ്ങനെയല്ലല്ലോ, ഞാൻ എടുത്തു വെച്ചിട്ടല്ലേ കഴിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിക്കില്ല, അച്ഛന്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നേ. അച്ഛന്റെ കൂടെ പുറത്തുനിന്നോ? ആ, എന്താ കുഴപ്പം? എന്താ ഒരു തർക്കം? അല്ല എടി, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചപ്പോ പറയാ അവളിന്ന് അച്ഛൻ്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നതെന്ന്. നീ അങ്ങനെ വല്ലതും പറഞ്ഞോ? അതിന് അമ്മ എന്തിനാ പറയുന്നേ? അച്ഛനല്ലേ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്, അപ്പൊ അച്ഛൻ വന്ന് കൊണ്ടുപോകോളൂ. അപ്പൊ പിന്നെ ഞാനീ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ശാരദാമ്മ കഴിച്ചോ. ഓ, എന്നാ പിന്നെ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കേ. അത് വേണേ കുടിക്കാം. മുഴുവൻ കുടിക്കണേ. ഈ പുറത്തു പോയിട്ടുള്ള കഴിക്കലൊക്കെ വലിയ പ്രശ്നമാവോ ശാലിനി? ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യം അച്ഛനും തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ പലതും ഞാൻ അറിയുന്നേ. അമ്മ വരുന്നുണ്ടോ? അമ്മയും പോരമ്മേ. അമ്മ വന്നിട്ട് സത്യം അച്ഛനെ കൊണ്ട് പോയതുപോലെ തന്നെ ആരെങ്കിലും ഒരാളല്ലേ പോകാൻ പറ്റും. ആണോ? അതെന്താ അങ്ങനെ? അത് മോളെ, അത് ഹെൽമെറ്റ് വെച്ചാ രണ്ടുപേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞതും വരുന്നില്ലാന്ന്. എന്തായാലും അച്ഛന്റെ മോളുടെയും കറക്കം ഇത്തിരി കൂടുതലാണേ. എപ്പോഴും പോകുന്നില്ലല്ലോ ശാരദാമ്മേ, അച്ഛൻ വരുമ്പോ മാത്രമല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേന്നാ ഞാൻ ചോദിച്ചത്. അച്ഛന് ജോലിക്കൊക്കെ പോണ്ടേ? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക? അല്ലെങ്കിൽ ഈ ശാരദാമ്മ ഇങ്ങനെയാ, എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുമ്പോ അപ്പം മുടക്കം പറയും. പിന്നെ കാര്യമേ നടക്കില്ല. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോ ഞാൻ പുറത്തായി. അതല്ലെങ്കിലും എനിക്കറിയാം, ഞാനീ വളർത്തി കഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ. സ്നേഹം മുഴുവനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോവും അല്ലേ? അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല ശാരദാമ്മേ. എന്തായാലും ഇന്ന് പോയിട്ട് വരട്ടെ, പോയി വരുമ്പോ ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പോരെ? ഓ ശരി, സമ്മതിച്ചേ. അപ്പൊ അച്ഛനും മോളും കൂടി പോവാൻ തയ്യാറായിരിക്കുക. ഒരുങ്ങണ്ടേ? ഓ, ഈ ശാരദാമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനല്ലേ വരുന്നത്, അമ്മയല്ലല്ലോ. ഇപ്പൊ അമ്മ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാ ഒരുങ്ങുന്നേ? ഒരുങ്ങാതെ തന്നെ സുന്ദരിയല്ലേ അമ്മ. ഓഹോ,